نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ക്രിസ്തു മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാർ, സർവശക്തനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശനത്തോ ആശയാദർശത്തോ ജീവിതത്തിലെ എല്ലാ ഭാഗത്തിലും പ്രാക്ടിക്കലാക്കിത്ത് യഥാർത്ഥ മുത്തഖീത്ത് ജീവിക്കൂ. ಪ್ರತಿ ಒರಾളും ശക്തി മേരിത്ത് പ്രയത്നാക്കുന്നു ചെന്നിട്ട് ഒന്നാമതായിട്ട് വസിയത്താണ്. അള്ളാഹു അത്രയും നല്ല ആളമാറിട്ടു മുത്തഖീമാറിട്ടു ഞങ്ങളെ സേർപ്പാടിത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ಅವನು ಸೃಷ್ಟಿಸಿದ್ದು ಪರಿಪಾಲನಾಕಿಯೋಡುಳ್ಳ ಮನುಷ್ಯಮಾರ್ಗೆ ಚೊಮ್ಮೆ ಟೈಪುರೆ ನಿಯಮ ನಿರ್ದೇಶನತೆಲ್ಲ പാലനാക്കുപനയിച്ച് പടിപാടി തന്നവൻ. അതിൽ പ്രതിയൊന്നരെയും ഞങ്ങളുടെ ജീവിതത്തിൽ പാലനാക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്, മുത്തക്കയിട്ട് ജീവിക്കേണ്ടത് ഞങ്ങളെ മേലുള്ള കഡായ ബാധ്യതയായിട്ട്. അവൻ തന്ന എത്രമാ നിയമത്തെ ഞങ്ങൾക്ക് തന്നത് എണ്ണിയെങ്കിൽ തീരല. പ്രതിയൊരു നിമിഷത്തും ഞങ്ങൾ അള്ളാഹുവിന്റെ നിയമത്തിൽ ഉപയോഗാക്കിക്കൊണ്ടേയുള്ള ആ ഓരോരോ നിയമത്തിൽ ഞങ്ങൾ എണ്ണി തീർന്നത് പോയെങ്കിൽ എന്തി തീരല, ഇങ്ക് കാലിയാവും. അത്ര നിയമത്ത് തന്നിരുന്ന ആ നിയമത്തുകളെല്ലാം ഞങ്ങളെ ജീവിതത്തിൽ സാധ്യാവുന്ന പോലെ ശുക്രാക്കിക്കൊണ്ടും
കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടും നാശുക്ര കാട്ടാണ്ട് യാറെ ശുക്രാക്കിയിട്ട് ജീവിക്കുന്ന പ്രയത്നമാണ്. ഇസ്ലാം ചെന്നെങ്കിൽ അത് ഇൻസാനിയത്തിലോ ദീനൈതിക്ക് ഇസ്ലാമിലെ പ്രതി ഒരു ರಂಗത്തെയും ആശയത്തെയും ഞങ്ങൾ പഠിക്കുക പോയെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ജാഗലും ഇസ്ലാമോ ഇൻസാനിയത്തോ മനുഷ്യത്വത്തോ പഠിപ്പാട്ടതായിട്ട് ഞങ്ങൾക്ക് കാണാം. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ദുനിയാവുക അള്ളാഹു കടത്തിയത് കേവലം മുസ്ലിമീകമായിട്ടല്ല, മുസ്ലിമീക മാത്രല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രല്ല, എല്ലാവർക്കും ഖുർആൻ ചെന്നത് സൂറത്തുൽ അംബിയ 107 ആയത്തിൽ നബിയെ നിങ്ങൾ ദുനിയാവുകെ റഹ്മത്തുൽ ആലമീൻ ആലം ചെന്ന് കണ്ടിരും ദുനിയാവ് എല്ലാം ഇടീ ദുനിയാവും ആലമീൻ ആലം ചെന്ന് ദുനിയാവ് ഇടീ ആലമീൻ ചെന്ന് എല്ലാ ദുനിയാവും ദുനിയാവിലുള്ള എല്ലാവരുടെയും റഹ്മത്തൈത്ത് കാരുണ്യത്ത് അള്ളാഹു നബിയുടെ കടത്തിയോ. അതുകൊണ്ടു ഞങ്ങ ആ നബി പഠിപ്പാട്ടിയ ആശയത്തില് എവിടെങ്കിലും ഒന്നോ ഇൻസാനിയത്തിന് വിരുദ്ധമായിട്ട് മനുഷ്യരെ നന്മക്ക് വിരുദ്ധമായിട്ട് ഒരു ആശയം കാണും തീരും കിട്ടാൻ ഓർക്ക وقال النبي صلى الله عليه وسلم الراحمون يرحمهم الرحمن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്തി നീങ്ങ റഹ്മത്ത് കാട്ടങ്ങളുള്ളാറുണ്ട്, റഹ്മത്ത് കാരുണ്യ കാട്ടങ്ങൾ ಇನ್ನೊಂದರೊಟ್ಟು ರಹಂ ಕಾಟ್ರಂಗ ಅಂಕೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ರಹಮತ್ ಕಾಟ್ರಂಗ. ಇರ್ಹಮು ಮನ್ ಫಿಲ್ ಅರ್ದ್ ಯರ್ಹಮುಕುಂ ಮನ್ ಫಿಸ್ ಸಮಾ. ಭೂಮಿಯ ಮೇಲುಳ್ಳಂಗೆ ನಿಗ റഹം കാട്ടൊരു കരുണ കാട്ടൊരു ദയ കാട്ടൊരു എന്നെങ്കിൽ ആകാശത്തുള്ളവണോ നിങ്ങളെ മേലെ റഹ്മത്ത് കാട്ടണം. അപ്പൊ അത്രയും റഹ്മത്തിന്റെ വിഷയത്തിൽ ആളന്മാർക്ക് ഉപകാരത്തെ വിഷയത്തിൽ ഉപദ്രവാത്ത വിഷയത്തിൽ എത്ര പ്രൂഫ് നിങ്ങൾക്ക് ഖുർആൻ കൊടുത്തും ഹദീസ് കൊടുത്തും കാണാൻ സാധ്യത ഇസ്ലാമിന്റെ വിഷയത്തിൽ. ഒരിക്ക അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്ന ഹദീസിൽ നബിയോട് ചൊല്ലപ്പെട്ടത് യാ റസൂലല്ലാഹ് ഉദു അലൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങൾക്ക് ശപിച്ചിട്ട് നിങ്ങൾ ദുആറക്കൂ. മുശ്രിക്കീങ്ങൾക്ക് ಶಾಪೈಟತಿ ಅಂಕ ವಿರುದ್ಧವಾಗಿ ದ್ವಾರ ಕೋರೋಣ. ಅದಕ್ಕೆ ನಬಿ ಎಗ್ರಿ ಆಯ್ತಾ, ಓಕೆ ನಾ ದ್ವಾರ ಕರಚಂತ ಮುಶ್ರಿಕೀಗ ನಬಿಗೆ ಉಪದ್ರ ಹಾಕ್ರಂಗ ಸಹಾಬಾಕಮಾರ್ಗೆ ಕಿರುಕುಳ ಕೊಡ್ತಂಗ ಸಮಸ್ಯೆ ഉണ്ടാക്കിയ ഹിംസ ആക്കിയങ്ങ അക്രമ ആക്കിയങ്ങ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നോളൂ ഇന്നി ലമുബഅസ് ലആനൻ. ഖണ്ഡിതമായിട്ടും നാനേ ഇവിടെ കടത്തപ്പെട്ടത് ദുനിയാവും ശപിக்கிறവനായിട്ടല്ല, ആറ മേലെങ്കും ഷാപ്പയുടെ കടത്തിലല്ലോ. കരുണയിട്ടെ കടത്തിരോ. ഈ ആയത്തിന് മുന്നോട്ട് ആയത്ത് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അള്ളാഹു നബിയെ ദുനിയാവ് കടത്തിരോ റഹ്മത്തൈറ്റ് കാരുണ്യമൈറ്റ്. അതേ നബി പാട്ടിയത് ആയങ്ങളെ ഇതിന്റെ വിഷയത്തില് ഇസ്ലാമോഫോബിയ എന്തെല്ലാം അപപ്രചാരാക്കിയോന്നുണ്ടോ, ഏതെല്ലാം ടൈപ്പിൽ ഇസ്ലാം അപ്പാർത്തക്കീടാക്കും സാധ്യവർ അതുപോലെ ആക്കിയുള്ള. അപ്പൊ ഞങ്ങളെ ഡ്യൂട്ടി എന്തോ ഞങ്ങ ഇസ്ലാമിലെ ശാന്തിനെയും റഹ്മത്തിനെയും ധൈര്യയും കാരുണ്യത്തെയും ദീന്റെ യഥാർത്ഥ മെസ്സേജോ സമുദായത്തിൽ ചെന്ന് കൊടുക്കണം. അങ്ങനെ ചെന്ന് കൊടുത്തത് കൊണ്ടെത്തോ എത്ര ആളന്മാർ ചേഞ്ച് ആയ ഇൻസാനിയത്തിലെ ദീനായിട്ട് ഇസ്ലാം ചെന്ന് പഠിച്ചിട്ട് ഇതില് ഭീകരവാദം ഇല്ല, ടെററിസം ഇതിലില്ല, ഇസ്ലാമിലില്ല. ആരും മുസ്ലിം ആവട്ടും മൂമിനാവട്ടും അന്യധർമ്മത്തവനാവട്ടും ആരെങ്കിലും ശരി അങ്ങനെ മേലെ കരുണ കാട്ടുണ്ടായിട്ടിരിക്കുന്നു. യുദ്ധരംഗത്തില് ആ എന്തൊരു ശിഷ്ടാച്ചാർ എന്തൊരാക്കണം ചെന്നിട്ട്
അതിന്റെ വിഷയത്തിൽ അവതീർണമായ ആയത്തിനെടുത്തിട്ട് ഇതാ കാഫിറുടെ കണ്ണും കൊല്ലുകൊണ്ടു ഇസ്ലാം പഠിപ്പാട്ട് ചെന്നിട്ട് ഇസ്ലാമിന്റെ മേലില് അപപ്രചാരാക്കണം. അത് നോർമലായിട്ട് ജീവിക്കുമ്പത്തുള്ളതല്ല. ഒരു ശത്രുവിനെ കാണുമ്പോ എവിടെ യുദ്ധ മൈതാനത്തിൽ ഹർബ് നടക്കുമ്പോ ഒരു ശത്രു എതിരിടുമ്പോ അവൻ അവിശ്വാസിക്ക യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പത്തുക അവന്റെ എതിരിടുമ്പത്തുക അവനു എന്തിനു കൊടുക്കുന്നു എന്നിങ്ങനെ അവന്റെ എതിരിടണം ചെന്തൈതിക്കാണ് ചെല്ലത്. എപ്പോഴും നോർമലായിട്ട് ഒരു കാഫിർ രമ, ഒരു ഹിന്ദു രമ, ഒരു ക്രിസ്ത്യൻ രമ, ഒരു നസ്രാനി രമ ആരെ കണ്ടും കൊല്ലുന്നുണ്ട് ഇസ്ലാമിൽ. ഒരാശയവുമില്ല, ഒർക്കും ഇസ്ലാം പഠിപ്പാട്ടില്ല. ഇസ്ലാം കാരുണ്യത്തെയും റഹ്മത്തിനെയും ആളന്മാർക്ക് നല്ല നല്ല ആശയത്തെ എനിക്ക് പഠിപ്പാട്ടി കൊടുക്കുക എന്നത് ഞങ്ങൾ അവിടെ അർത്ഥാക്കണം, മനസ്സിലാക്കണം. അതേപോലെ ഒരു മൃഗത്തൊട്ട് കൂടെ മനുഷ്യന്മാരുടെ വിഷയത്തല്ലേ, ഒരു മൃഗ അതിനൊട്ട് കൂടെ നിങ്ങൾ കരുണ കാട്ടണ്ടല്ലോ. അർക്കുമ്പോ ഇന്നല്ലാഹു കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, അല്ലാഹു എല്ലാ വസ്തുവിലും നല്ലത് വെച്ചിട്ട് ഇഹ്സാനെ വെച്ചിട്ടാണ്. എവിടത്തോളം ചെന്ന ഫൈദാ ഖതൽതും ഫഹ്സിനുൽ ഖത്ല, നിങ്ങ ഒരു അതേപോലെ വൈദാ ദബഹതും ഫഹ്സിനുൽ ദിബ്ഹ, നിങ്ങ ഒരു ആടമ പൈരമ ഒരു ഒണ്ടരമ അർക്കിற ടൈമിലു ನಂಗೆ ഇസ്ലാം പെർമിഷൻ തന്നു. എപ്പ ഒരു അക്കീക്കത്തുക്ക് വേണേച്ച്, അല്ലെങ്കിൽ കുർബാനിയുടെ ടൈമിലും, അല്ലെങ്കിൽ വേറെ ഞങ്ങൾക്ക് ആഹാരത്തുക്ക് വേണേച്ച് അർക്കുമ്പത്തും കൂടെ നല്ല രീതിയിൽ അർക്കും ചെന്നു. സോഫ്റ്റ് ആയിട്ട് എങ്ങനെ നല്ല മൂർച്ചയുള്ള നല്ല കത്തി കൊണ്ടു ഒരു കൊത്തി കൊല്ലുന്നുണ്ടല്ല, കൊത്തി തർക്കുന്നുണ്ടല്ല, അവിടെയും കൂടെ കരുണ കാട്ടണുണ്ടായിരിക്കേ. അത് യാറെ നൊമ്പലാവാത്ത പോലെ ആ മൃഗത്തർക്കോണമുണ്ട്. അപ്പൊ അവിടെ എത്തിക്ക് ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഈ വിഷയ ഇങ്ങനെ ഞങ്ങൾ നോക്കുമ്പോയെങ്കിൽ ഇസ്ലാമിന്റെ ആശയത്തെ നോക്കുമ്പോയെങ്കിൽ അത് എല്ലാ ജാഗലും കാരുണ്യത്തെയും റഹ്മത്തിനെയും ഞങ്ങൾക്ക് പഠിപ്പാടിത്തേണ്ടതായ ഒരു ഇസ്ലാം ദീനായിത്തേക്ക് ഞങ്ങൾ എതിർക്കുള്ളത്. ഈ സന്ദേശത്തെ ഞങ്ങൾ ആളന്മാർക്ക് എല്ലാം ചെന്ന് കൊടുക്കേണ്ടത് ഞങ്ങളുടെ മേലെ മാധ്യത്തെ. ഇബാദത്തിന് വിഷയം ചെല്ലുമ്പോ ഏ മുസ്ലിമീങ്ങളെ വിളിച്ചിട്ടില്ല അല്ലാഹ്, ഏ മുസ്ലിമീങ്ങളെ, ഏ മുഅ്മിനീങ്ങളെ ചെമ്മജാകൾ അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു വിളിച്ചപ്പ ഇബാദത്തിന്റെ വിഷയത്തില് യാ അയ്യുഹന്നാസ് മനുഷ്യന്മാരെ വിളിച്ചത്. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് എടുക്കൂ. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച മുസ്ലിമീങ്ങളെ സൃഷ്ടിച്ചേണ്ടല്ല, നിങ്ങളോ എല്ലാരെയും പ്രതി ഒരു മനുഷ്യരെയും പ്രതി ഒരു മൃഗത്തെയും ദുനിയാവിലുള്ള പ്രതി ഒരു ചരാചരത്തെയും സൃഷ്ടിച്ച റബ്ബ്, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് ചില മനുഷ്യന്മാരട്ടും നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് നിങ്ങൾ ആരാധിക്കണം. ഞങ്ങളെ മാത്രമല്ല വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞു പോയ ആളന്മാരെയും സൃഷ്ടിച്ച റബ്ബിനോട്ട് ഇബാദത്ത് എടുക്കണം. അവന് ഇബാദത്ത് എടുക്കണം. എല്ലാവരും വിളിച്ചത് മുസ്ലിമീക മാത്രം സ്വർഗത്ത് പോയി, ബാക്കിയുള്ള ആറും കൊണ്ട് അകത്തിയില്ല ചെന്നിട്ടാ അല്ല. എല്ലാവർക്കും മക്കളെ മനസ്സിലാക്കി കൊടുക്കുന്നതായ ആശയ എങ്ങനത്തെ റബ്ബ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളിട്ട് തഖ്വയുള്ളാവും, നിങ്ങൾ തഖ്വയുള്ള നാവണം ചെല്ലാവും വിചാരിച്ചിട്ട് ആഗ്രഹിച്ചിരാ. ആ റബ്ബിന്റെ വിശ്ലേഷണം അല്ലാഹു ചെയ്യണ്ട എല്ലാവർക്കും. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അള്ളാഹു എന്തിനാണ് നിങ്ങൾക്ക് തന്നത്? അല്ലദീ ജഅല ലക്കുമുൽ അർദ, ഭൂമിയിലാക്കി തന്ന ഫിറാഷ, ബെഡാക്കിത്ത് നിങ്ങൾക്ക് ഫിറാഷാക്കിത്ത് നിങ്ങൾക്ക് ദൈക്കുക ഹാസികെ ചെല്ലല്ലേ ബെഡ് പോലെ ആക്കി തന്ന സമാനമായി ನೆಲಸ ഒരു ലെവലായ രീതിയിൽ അതിൽ ಗುಡ್ಡೆಯಲ್ಲಿ എന്തെങ്കിലും എങ്ങനത്തെ ಗುಡ್ಡരെ ഇടിച്ചിട്ട് ലെവലാക്കാം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറാശാക്കി വസ്സമാ ബിനാ, ആകാശത്ത് അല്ലാഹു നിങ്ങൾക്ക് മേൽച്ചാവണിയാക്കി തന്നതാണ്. ആർക്ക്? എല്ലാവർക്കും, പ്രതി ഒരു മനുഷ്യർക്കും. വഅൻസല മിനസ്സമാഇ മാഅ, അതേപോലെ ആകാശത്തിന്റെ അല്ലാഹു മഴയിൽ പാടി തരണം.
മുസ്ലിമീങ്ങളുടെ ഏരിയയിൽ മാത്രം മല വേണ്ടമാ, മല കോമണായിട്ട് എല്ലാവർക്കും വേണ്ടേ. അതേ അള്ളാഹുലെ നിലു അള്ളാഹു ഒരു വിഭാഗത്തിന് മാത്രം മല കൊടുക്കും, ഇന്ന വിഭാഗത്തിന് മല കൊടുക്കാണ്ടിരിക്കില്ല. റായത്ത് വരുമ്പത്തി എല്ലാവർക്കും ഒട്ടുക്കും മല. അതിന് മുഖാന്തരം അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് ഉത്പാദിച്ചിട്ടുണ്ടാ. അത് മുസ്ലിമായ ഒരു റൈതക്ക് അവന്റെ കൃഷിയിൽ മാത്രം നല്ല ഫസൽ ഉണ്ടാവുന്നു. മുസ്ലിമായവന്റെ മുസ്ലിം അല്ലാത്തവന്റെ കൃഷിയിൽ ഫസൽ ഇല്ലാണ്ടാവും. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാ. ബിസിനസ് ആക്കിയെങ്കിലും മുസ്ലിം ബിസിനസ് ആക്കിയെങ്കിലും മുസ്ലിം അല്ലാത്ത എല്ലാവർക്കും ലാഭം ഉണ്ടാവും, ഗളിക്ക ഉണ്ടാവും. അള്ളാഹു അങ്ങനെ ഇത്തിക്ക് മനുഷ്യന്മാരെ സൃഷ്ടിച്ചോ, ഈ ദുനിയാവിനെ സൃഷ്ടിച്ചു, ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചോ. ഇങ്ങനെല്ലാം ആയ പിന്നെ അള്ളാഹു ചെല്ല ഇങ്ങനെല്ലാം ആയിട്ട് ഇത്രയുള്ള നിയമത്തുള്ള തന്നിട്ട് നിങ്ങൾ അള്ളാഹു സമമാര് എന്താക്കണ്ട, നിർണയിക്കണ്ട, സമമാരെ കൽപ്പിക്കണ്ട. നിങ്ങൾ അറിവുള്ള കയറ്റി ഇതെല്ലാം ചെന്നിട്ടൊന്നല്ല അള്ളാഹു. എന്നിട്ടും നിങ്ങൾ ആ റബ്ബുക്ക് ശിർക്കാക്കണ്ട. വേറൊരാളെ റബ്ബുക്ക് ശുക്രാക്കുന്ന ജാഗല്, റബ്ബുക്ക് ഇബാദത്തെടുക്കുന്ന ജാഗല് വേറൊരാൾക്ക് ഇബാദത്തെടുക്കുന്നു. അത് ഇൻസാനിയത്തുക്ക് വിരുദ്ധമായിട്ട്, അള്ളാഹുവിന്റെ പ്രഭുത്വத்துக்கு വിരുദ്ധമായിട്ട്. അള്ളാഹു ഖാലിഖായി തിക്റാൻ ഞങ്ങൾ എല്ലാവരും ആ ഖാലിഖായ റാസിഖായ റബ്ബുക്ക് കൊടുക്കുന്ന ഇബാദത്തില് ശിർക്കാക്കുന്ന ചെന്നെങ്കിൽ അള്ളാഹു ഒരിക്കലും മാഫാക്കാത്ത മഹാപാപൈത്തി അള്ളാഹു പരിഗണിക്കണം. അപ്പൊ ഇതിനകം ഈ സന്ദർഭത്തില് മനസ്സിലാക്കും. പിന്നെ ഇസ്ലാം പഠിപ്പാട്ട് സാഹോദര്യത്തെ, ഇസ്ലാം സാഹോദര്യത്തെ പഠിപ്പാട്ട്, ഇസ്ലാം ഇൻസാനിയത്ര ദീൻ ചെല്ലും അള്ളാഹു നബിയും ഞങ്ങൾക്ക് സാഹോദര്യത്തെ വന്ന് പഠിപ്പാട്ട്. ഒരേ ഉമ്മരെയും അപ്പനെയും മക്കളെ ഒരു ഉമ്മ പെത്ത് ഒരു ഉമ്മയും അപ്പയും പെത്ത ഒട്ടുകൊണ്ടായിട്ട്, അതായത് ഒരു ഉമ്മ 10 കിടാവും, ആണായെങ്കിലും പെണ്ണായെങ്കിലും. അങ്ങ് മാത്രല്ല ഞങ്ങളെ കുടുംബ, മുസ്ലിമായിട്ടുള്ള എല്ലാവരും കുടുംബ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഖുർആൻ എന്താ ചെന്നോ, മുഅ്മിനീങ്ങൾ എല്ലാവരും സഹോദരന്മാർ, അങ്ങ് ആപ്തമിത്രന്മാർ. അതുകൊണ്ടത്ത് മുസ്ലിമായങ്ങളൊട്ടുക്ക് മാത്രം നല്ല രീതിയിൽ വർത്തിക്കണോ, ബാക്കിയുള്ള ഞങ്ങളൊട്ടുക്ക് കഠിനമായി വർത്തിക്കണോ. ഇസ്ലാം വഴിപാട്ടിലെ ആപ്തമിത്രങ്ങൾക്ക് മുസ്ലിമീങ്ങൾ മാത്ര എന്നത് മാത്രം. ഖുർആൻ അല്ലാഹു ചൊല്ലില്ലേ സൂറത്തുൽ ഹുജറാത്ത് 13-ാമത്തെ ആയത്തിൽ, ഈ മനുഷ്യന്മാരെ നിങ്ങളെ ഞങ്ങൾ സൃഷ്ടിച്ചത് ഒരാണല്ലെന്തോ ഒരു പെണ്ണല്ലെന്തോ, നിങ്ങളെ ഞങ്ങൾ കബീലായിട്ടും നിങ്ങളെ ഞങ്ങൾ ഗോത്രമായിട്ടും പങ്കടമായിട്ടും സൃഷ്ടിച്ചതാ. എന്തിനു വേണേക്ക് ഇങ്ങനത്തെ ഉമ്മരെ മോണോ ഇങ്ങനത്തെ അബ്ബരെ മോണോ അറിയൂ. നിങ്ങൾ പരസ്പരം അറിയണ്ടേ. 10 അബ്ദുള്ളമാരിക്കുവാൻ, 10 ഇബ്രാഹിമിക്കുവാൻ, 10 ഫാത്തിമയും 10 ആയിഷയ്ക്കുവാൻ, 6 മോനോട് ಗೊತ್ತಾവಣ. 6 മോന്റെ തറവാട്ട് എന്തിനോ കുടുംബം എന്തിനോ അതിന് വേണ്ടിയിട്ട് അള്ളാഹു പങ്കടായിട്ടും അതേപോലെ ഗോത്രമായിട്ടും സൃഷ്ടിച്ചു. ആയെങ്കില ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, ഖണ്ഡിതമായിട്ടും നിങ്ങളിൽ ഏറ്റവും നല്ല, നിങ്ങൾ വെച്ചത് ഏറ്റവും പുണ്യവന്തന്മാർ സൗഭാഗ്യവന്തന്മാർ ആര്? അത്ഖാക്കും, നിങ്ങൾ യാരെ തഖ്വയുള്ള, കറുത്തവനാവട്ടും വെളുത്തവനാവട്ടും ഭേദഭാവമില്ല ഇസ്ലാം. അവിടെ ചോദവൻ അറബി അനറബി ഒരു ഭേദഭാവമില്ല. ആരുട്ടക്ക് തഖ്വയാറുണ്ടോ, ആരുട്ട് പേടിയുണ്ട് പഠിച്ചോന്റെ, ആറ് നല്ല പോലെ അള്ളാഹു ഈ ഭാഗത്തെടുക്കാറ്, പഠിച്ചോന്റെ പേടിച്ചിട്ട് ആർ കരഞ്ഞു ദ്വാരക്കാറ്. തഖ്വ ഉള്ളതായ മനുഷ്യര് അവനോ ആയിത്തിക്ര നിങ്ങൾ ഏറ്റവും നല്ലവനും. തഖ്വയുടെ ബേസില് അള്ളാഹു നല്ലോണം വെടക്കിന് തീരുമാനിക്കും. കളർ കൊണ്ടത്തല്ല, അവന് ഡ്രസ് കൊണ്ടത്തല്ല, അവന് ഉദ്ദമ ഗിഡ്ഡമ തോറമ സപ്പുറമ ഇത് നോക്കിത്തല്ല. അള്ളാഹു തീരുമാനിക്കണം അവന്റെ തഖ്വ. അവന് സപ്പൂറായിട്ടിക്കും മാത്രം തഖ്വയായിരിക്കും, അവന് തോറായിട്ടിക്കും തഖ്വയായിരിക്കും. അതേതും അവന് ചന്ത കൊണ്ടുത്ത, അവന്റെ മുടി കൊണ്ടുത്ത, അവന്റെ മുഖ കൊണ്ടുത്ത,
അവന് വെൽത്തവನು കറുത്തവನು ചെന്നിട്ടല്ല, ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്താളായി എത്തി. അയങ്ങളെ മദീനത്തെ പള്ളിയുടെ മുഅദ്ദിനായി എത്തി. ഏറ്റവും വലിയ പുണ്യകരമായ പള്ളിയുടെ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന ആളായിട്ട് എത്തി. ആര്? ബിലാൽ ഇബ്നു റബാഹ്. ഇനൊരു മുഅദ്ദിനായി എത്തിക്കറ് അബ്ദുല്ലാഹ് ഇബ്നു ഉം മക്തും. കണ്ണു കാണാത്ത ആളെ, കണ്ണു കാണില്ല ചെന്ന് നബി ദൂരാക്കിത്ത, അവഗണിച്ചിട്ട. അവന് കണ്ണു കാണാൻ അങ്ങനത്തെ ഭേദഭാവം കാട്ടിത്തില്ല. വലിയ വലിയ സൽമാൻ അൽ ഫാരിസ് എന്ന വലിയ പൈസക്കാരനായി തിന്തി. അയങ്ങൾ ബിലാൽ പാവത്തോണായിട്ട് അടിമായി തിന്തി. അങ്ങനെ നടുവലു എന്തിനെ കാട്ടിത്തില്ല, ഭേദഭാവം കാട്ടിത്തില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ഇസ്ലാം ഇൻസാനിയത്ര ദീന് ചെന്നെങ്കിൽ, ഇൻസാനിയത്ര ദീന് ബിലാൽ റളിയല്ലാഹു അൻഹു മുന്നലു മുശ്രിക്കീങ്ങളിൽ നിന്ന് എത്ര അടിയും കുത്തും ഹിംസയും അക്രമവും അനുഭവിച്ചത്. അയങ്ങൾ ഇസ്ലാം സ്വീകരിച്ച പിന്നെ അബൂദർ റളിയല്ലാഹു അൻഹുക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്ന് ഇബ്നു സൗദാ, നീനൊരു കർത്തവല മോനോ ചെന്നിട്ട് അതിൽ സഹിക്കുകയില്ല. കർത്തവല മോനായത് കൊണ്ടത്തോ ഒരു പദവിക്ക് കുറത്തയുമില്ല ബിലാലക്ക്. അയങ്ങളെ ഒരു അവഗണിക്കുന്ന രീതിയിലോട് പലക്ക വന്നിട്ടാകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ചെന്ന് ഇത് അബൂദറിനെ ഇങ്ങനെ വിളിച്ചിരുന്നു. ಅದಕ್ಕೆ ಚೆಂದ ಅಬೂದರ್ ಒಟ್ಟಿಗೂ ಅಬೂದರ್ ನೀನು ನಿನ್ನೊಟ್ಟು ಜಾಹಿಲಿಯತ್ತೇನು ಬಾಕಿಯುಂಟು, ಅಜ್ಞಾನ ಕಾಲ ತಾಯಿದುಂಡಲ್ಲ ಸ್ವಭಾವ ಇನ್ನು ಬಾಕಿಯುಂಟು. അങ്ങനെ ആരെയും കറുത്തത് കൊണ്ടുത്താ വെളുത്തത് കൊണ്ടുത്താ കളർ കൊടുത്തു നിർണയിക്കൂ, നല്ലവണ്ണം വെളുക്കൊണ്ട് ചെന്ന് നിർണയിക്കുകയില്ല. നിങ്ങൾ ഏറ്റവും നല്ലവണു, നിങ്ങൾ ഏറ്റവും മാന്യ, നിങ്ങൾ ഏറ്റവും ബഹുമാനപ്പെട്ട ആള് തക്കുള്ളവണേറ്റിക്கிறார். റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹു അറിയുന്നവണേറ്റിക്கிறார், എല്ലാത്തിലും സൂക്ഷ്മജ്ഞാനിയായിട്ടിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല. ഇത് നമ്മുടെ സദർ വിഷയത്തില് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ്. നിങ്ങളെ റബ്ബ് ഒന്ന് ഏകീകനായിട്ട് റബ്ബ്. വഇന്ന അബാക്കും വാഹിദ്. നിങ്ങളെല്ലാവരും അബ്ബ ഒന്ന് ആദം നബി. അലാ നിങ്ങൾ അറിയുന്നു, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമി. ഒരു അറബിക്ക് ഒരു അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വലാ ലി അജമിയ്യിൻ അലാ അറബി. ഒരു അനറബിക്ക് അറബിയേക്കാളും ശ്രേഷ്ഠതയില്ല. വലാ അഹ്മർ അലാ അസ്വദ്. ഒരു ചോന്നവണ്ടക്കാളും ഒരു ഒരു ചോന്നവണക്കും ഒരു കറുത്തവണ്ടക്കാളും കരിയനായ ആളമാരെക്കാളും ശ്രേഷ്ഠതയില്ല. വല അസ്വദ അല അഹ്മർ. ഏത് കറുത്തവണക്കും ചോന്നവണ്ടക്കാളും വലിയ ശ്രേഷ്ഠത്വമില്ല. ഇല്ലാ ബിത്തഖ്വാ. തഖ്വ കൊണ്ടുത്തല്ലാണ്ട്. അതേ തിക്റ് ഇമാം അഹ്മദ് റിപ്പോർട്ടാക്കിയ ഹദീസിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ആശയത്തെ ഇസ്ലാം ചൊല്ല് ഇൻസാനിയത്തിന്റെ ആശയ ആർക്കും സ്വീകരിക്കാം. ഇസ്ലാമിനെ വിമർശിക്കുക വേണ്ടിയിട്ട് ഇസ്ലാം പഠിച്ചാൽ കൊള്ളാൻ മര്യാദ. അങ്ങനെ ലാസ്റ്റിക്ക് ഇസ്ലാമിനെ അക്സെപ്റ്റ് ആക്കേണ്ടി വന്നു. യൂറോപ്പിൽ ഒരാളിച്ച് അയാള് ആ മനുഷ്യ ഇസ്ലാമിനെ ശത്രുവയ്ക്കുന്ന ഇപ്പ മെസ്സേജ് വേണ്ടോ വീഡിയോ കൊണ്ട് അയാൾ ഇസ്ലാമിനെ മിത്ര ഇറങ്ങി. ഇങ്ങനെ ഇസ്ലാമിനെ പഠിച്ചിട്ട് ഇസ്ലാമിന്റെ ആശയത്തെ പഠിച്ചിട്ട് എത്ര മുസ്ലിമീങ്ങ മുസ്ലിമേത്തര ആളന്മാർ ഇസ്ലാമിന്റെ ആശയ ശരിയായത് ശാന്തിയെ സമാധാനത്തെ ഇൻസാനിയത്ര ദീൻ ഇസ്ലാം ചെന്നിട്ട് ആളന്മാർ അപ്പാർത്ഥത്തെ ദൂരെ വലിച്ചെറിഞ്ഞിട്ട് ഇസ്ലാം വന്നാണ്. ഇത് ഞങ്ങൾ ചെന്നു കൊണ്ടെത്തു. അതേപോലെ ഞങ്ങൾ ഖുർആൻ ആജ്ഞാളന്മാർ കൊടുത്തു കൊണ്ടെത്തു. ഖുർആൻ ആശയത്തെ പഠിപ്പാടി കൊണ്ടെത്തു. ആളന്മാർക്ക് സന്ദേശത്തെ ഉപദേശത്തെ എത്തുപാടി കൊടുത്തു. ആ എത്തുപാട്ട് സ്വറ ഔടെ ഔടാവണം. വർഷം പ്രതി വർക്കാക്കിങ്ങയ്യാവല ഞങ്ങൾക്ക് ആളന്മാർക്ക് സമുദായത്തെ അർത്ഥാവരുടെ ഭാഷയില് ചെന്ന് കൊടുക്കണം. അപ്പൊ ഇസ്ലാമിന്റെ സന്ദേശം അർത്ഥാക്കിട്ട് ഇത് വേണ്ട. ഇസ്ലാം പഠിപ്പാട്ട് സംസ്കൃതി എന്തോ വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. ഖുർആൻ ചൊല്ലുന്ന സൂറത്തുൽ ഫസ്സിലത്ത് 34-ാമത്തെ ആയത്തിൽ ബെടക്കും നല്ലത് ബെടക്കും ഓർക്കും സമമല്ല. നല്ലത് ബെടക്കും ഓർക്കും സമമല്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നിങ്ങൾ നല്ലത് കൊണ്ടെത്തു ബെടക്ക് എതിരിടോ. ഒരു ബെടക്ക് കാണുമ്പോ അതിലെ വിഷയത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു വെറുപ്പ് വേണേ.
ഒരു സിന കാണുമ്പോൾ, ഒരാൾ കളവ് ചെയ്യേണ്ടത് കാണുമ്പോൾ, ഒരാൾ വിടക്ക് സ്വഭാവം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തിനു വേണു? ഒരു വെറുപ്പ് വേണം, ഒരു അപ്രിയത വേണം. ആയെങ്കില ഒരാൾ അങ്ങനെ കാണുമ്പോ അവന്റെ ഇട്ട് കൊടുത്ത പറയ വരുമ്പോ ഞങ്ങൾ അതേ കടിയിൽ അപ്പുറത്ത് പറഞ്ഞെങ്കില് തീ കത്തിരവിടെ പെട്രോൾ വീതി പോലാവും. ഞങ്ങൾ എന്താക്കും? നല്ല ഇത് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ പെരുമാറണം, ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. അതായത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തലവാർ എടുത്തോട്ട് നബിയുടെ തല കൊത്തുക പോയത്. തല എടുത്തോണ്ട് കൊണ്ട് നാന് ആയെങ്കില ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആന്റെ ആയത്ത് കേട്ടിട്ട്, ഖുർആന്റെ ആയത്ത് കേട്ടിട്ട് മനസ്സിന് പരിവർത്തനമെത്തി. ഖുർആൻ ഏത് നീ ഓതിയുള്ളത് ചെല്ലുമ്പോ ശുദ്ധിയായിട്ട് വാ, ശുദ്ധിയായിട്ട് വന്നപ്പോ കൊടുത്തിട്ട് ഓദിത്ത് മനസ്സിലാക്കിയിട്ട് നബിയുടെ മുട്ട വൈത്ത് ഷഹാദത്ത് കലിമ ചെന്നിട്ട് ഇസ്ലാം കബൂലാക്കിയത്. അതേപോലെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ദീന്റെ പ്രചാരത്തിന് വേണ്ടി കടത്തിയിട്ട് ദാവത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇസ്ലാമിയത്തെ ആളന്മാർ ശത്രുമാർ, ഇസ്ലാമിലെ ശത്രുവായിട്ടുള്ള ആ മുസ്അബിനെ കൊല്ലുന്ന തീരുമാനാക്കിയാറ്. അതിಗೆ ಆಯ್ಕೆಯಾಗಿ ಗೊತ್ತುಂಟ ಸಾದ್ ಬಿನ್ ಮುಆದ್. ಸಾದ್ ಬಿನ್ ಮುಆದ್ ಮುಸ್ಲಿಂ ಆಯ್ತಿಲ್ಲ ಅಂತೆ. ಸಾದ್ ಬಿನ್ ಮುಆದ್ റളിയല്ലാഹു അൻഹു ಬಂಡೆ ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ക്ലാസ് കേൾക്കറ്. ദൂരെ നിന്നത് കേൾക്കറ്, മുട്ടല്ല കൊല്ലൊക്കെ ಬಂದರೋ, കോടാരി പിടിച്ചിട്ട് കൊത്തൊക്കെ ಬಂದರೋ, അതിന് പോയിസൺ ഇട്ടിട്ട് ദൂരത്ത് കേൾക്കുമ്പോ ഖുർആന്റെ ആയത്ത് ഓതിട്ട് ക്ലാസ് എടുത്തോണ്ടുള്ളത്, ആശയം ചെന്നോണ്ടുള്ളത് മുസ്അബ് ഉമൈർ കേക്കറ്. മനസ്സില് കൊല്ലുക മനസ്സ് വേണ്ടില്ല, പോണ്ടു പാടെ സെക്കൻഡ് അതേപോലെ കേക്കറ്, കൊല്ലുക മനസ്സ് വേണ്ടില്ല. മൂന്നാമത്തെ നാൾ വേണ്ടി പാടെ കേക്കറ്, അട്രാക്ഷൻ ആയിട്ട് ആകർഷണായിട്ട് ഖുർആന് കൊണ്ടെത്തും. ഖുർആൻ ആയത്തുക്ക് പിടിച്ച് താർക്കി പിടിച്ച് ചെല്ല് നക്ക് ഇസ്ലാം വേണം, നക്ക് നബിയെ കാണണോ. അങ്ങനെ ആശയ കേട്ടപ്പ എത്രമാ സ്വഹാബക്കന്മാർ മുന്നൽ മുസ്ലിക്കായിട്ട് മുസ്ലിം ആയിട്ട് ബദലാവണയിലാണ്. അതുകൊണ്ട് തന്നെ നല്ലത് കൊണ്ടത്ത് ബെടക്കരുതില്ല. അങ്ങനെ എന്താ ഒരു നിങ്ങളെ ശത്രു ആപ്തമിത്രമായി ചെയ്യാറാണ്. ചെന്ന് ഖുർആൻ ചെല്ലുന്ന ആശയത്തിക്കല് അല്ലാഹു സുബ്ഹാനഹു വതആല ഇൻസാനിയത്തിനെ ദീനോ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളും ആലമാർഗ എത്തുപാട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി കഫാ والصلاة والسلام على نبي المصطفى وعلى آله وأصحابه أجمعين أما بعد. തഖ്വ കൊണ്ടു ഇനോർക്കണികളതിൽ വസിയത്താക്കൽ അല്ലാഹു തഖ്വയോടുകൂടെ ജീവിക്കവൂ നിങ്ങൾക്ക് എല്ലാവർക്കും ആവതാക്കി തരട്ടെ. ദീന ചെല്ലത് ഇൻസാനിയത്തിലെ ദീനായിട്ടിക്കര് ഇസ്ലാം ദീൻ ചെന്ന ഒന്നാമത്തെ ഖുതുബല് ഒരു വിഷയം മനസ്സിലാക്കിയാണ്. അതിനൊട്ടുകു ഖുർആൻ സൂറത്തുൽ മാഇദയിൽ 8ാമത്തെ ആയത്ത് അല്ലാഹു ചൊല്ല, നിങ്ങ ആരൊട്ടുക്കും അനീതി കാട്ടുതീരാട്ട്, എല്ലാരൊട്ടുക്കും നീതിയാവും, മുസ്ലിം ആവട്ടെ മുസ്ലിമേതരാവട്ടെ, നീതിക്ക് വിരുദ്ധമായിട്ട് ഒരാളൊട്ടും മുസ്ലിമികളൊട്ടുക്കും ഒരു സ്വഭാവിക തീരണം. യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ വിളിച്ച് അല്ലാഹു ചൊല്ല, കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. നിങ്ങൾ അള്ളാഹു കൈത്ത് ദൃഢമായിട്ട് നിലകൊള്ളുന്ന കഴിയും, ന്യായത്ത് കൈത്ത് സാക്ഷി നിൽക്കണവും ആവൂ. എന്തിനാവും ചെന്നല്ലാവോ നിങ്ങ അള്ളാഹുക്കായിട്ട് ദൃഢമായിട്ട് നിലകൊള്ളണം. അള്ളാഹുക്ക് ബെനയിച്ച് എന്തു സറാക്കാം അള്ളാഹുക്ക് ബെനയിച്ച് ദുനിയാവിലെ ಹೆಗ್ಗಳಿಕೆ കിട്ടുക, കൈയടി കിട്ടുക, അവന് വലിയ പോലീസ് ചൊല്ലുക, പ്രശംസാക്കുക, സദക്ക കൊടുക്കേണ്ട ഒരു സ്വഭാവം കാട്ടണ്ട.
ഞങ്ങളെ എല്ലാ സ്വഭാവവും, എല്ലാ കൃത്യവും, എല്ലാ അമലും, എല്ലാ സത്കർമ്മവും അള്ളാഹു കഴിത്തും. പിന്നെ நீங்க நியாயத்துக்கு சாட்சிய வயசுறகைமா ஒரு குரான் சொல்லும் மூமினீங்களை விളിച്ചിട്ട്. പിന്നെ ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. ഒരു ജനതയുടെ മേൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജനതയൊട്ട് ഒരു വിഭാഗത്തൊട്ട് അർസയ്ക്കും അർസ ഉണ്ടെങ്കിലും അങ്ങനൊട്ടുകു ನ್ಯಾಯ ಕಾಟದಿಗ ಅರ್ಸ ತಡೆ ಆವಾಂಟಿಕಟ್ಟಿ ഖുർആൻ ചൊല്ലോ. എന്താ ചൊല്ലോ? ഒരു വിഭാഗത്തൊട്ട് ഒരു ജനത്തിനൊട്ട് നിങ്ങൾക്ക് ദ്വേഷം ഉണ്ടെങ്കിലും ആ ദ്വേഷം കൊണ്ടെത്തു അങ്ങനൊട്ട് ഏതെങ്കിലും ഒരു വിഷയത്തില് നിങ്ങൾക്ക് ന്യായപാലനാക്കുന്ന വിഷയത്തില് ആ ദ്വേഷം നിങ്ങൾക്ക് തടാവാണിക്കട്ടെ, തടാവ തീരാ. ഖണ്ഡിതമായിട്ടും അതിന് നിങ്ങളെ പ്രേരിപ്പിക്കാണ്ടിക്കട്ടെ, സപ്പോർട്ടാക്കാണ്ടിക്കട്ടെ. ആ ദ്വേഷ നിങ്ങൾ എന്താ കുറിയാതീരോ നീതി പാലനാക്കറു, ജസ്റ്റിസ് കാട്ടു. നിങ്ങ അതെ തക്കുവക്ക് ഏറ്റവും മുട്ടുള്ളത്, തക്കുവക്ക് ഏറ്റവും മുട്ടുള്ളത് ആളന്മാരൊട്ട് നീതി കാട്ടുന്നത്, നീതിവന്തനായി ജീവിക്കുന്നത്. എവിടായെങ്കിൽ പെഞ്ഞയിലൊട്ട് കാവട്ടു, മക്കളൊട്ട് കാവട്ടു, സമുദായത്തൊട്ട് കാവട്ടു. ഞങ്ങൾ ഒരു റായത്തോ പള്ളിയിലോ ജമാഅത്തോ പ്രസിഡന്റ് ആയിരിക്കാം, എല്ലാവരൊട്ടും ഒരുപോലെ. ഇപ്പോൾ ഞങ്ങൾ വെച്ചത് ഒരു ലീഡർ എന്താണ് തപ്പാക്കിയെങ്കിൽ അവിടെ തപ്പാക്കിയത് കൊണ്ടെത്തു, ആ തപ്പുകാരനാക്കിയത് കൊണ്ടെത്തു, ആ ലീഡറാക്കി കൊണ്ടെത്തു. അവിടെ വലിയ ആള് പൈസക്കാരനായിട്ടിക്ക അവൻ്റെ ഒട്ടു ഓരോ രീതിയിലും എന്തിനെ കാട്ടു തീരാ ആ തപ്പുരെ മുച്ചിമേക്കിற ഒരു സ്വഭാവം നിങ്ങൾക്ക് തീരാ. മുന്നൽ കഴിഞ്ഞു പോയ സമുദായ ഹലാക്കാവ് കാരണങ്ങൾ ഒത്തുണ്ടാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വഴിപാട്ട് അങ്ങനെ ഷരീഫായ നല്ല മനുഷ്യന്മാർ എന്തെങ്കിലും തപ്പാക്കി ഞങ്ങളെ മേലെ ഹദ്ദടിക്കില്ല, ശിക്ഷാ നടപടി എടുക്കില്ല. അങ്ങനെയാണ് നിങ്ങൾ പാവപ്പെട്ടങ്ങ, വലിയ സ്ഥാനമാനില്ലാത്ത പൈസ ഇല്ലാണ്ട് പാവപ്പെട്ടങ്ങ എന്തെങ്കിലും തപ്പാക്കിയെങ്കില് അങ്ങളെ വിരുദ്ധ എന്തിനാക്കാറ്, ഹദ്ദടിക്കാറ്, ശിക്ഷാ നടപടി എടുക്കാറ്. അതുകൊണ്ടു മുന്നൽ കഴിഞ്ഞു പോയ സമുദായ ഹലാക്കായി പോയിറാണ്. അതുപോലെ ഞങ്ങളിട്ടുണ്ടാവുന്നീറാണ്. ഞങ്ങ എന്തായെങ്കിലും ഒരു വിഭാഗത്തൊട്ടുള്ള അർസമുണ്ടെത്ത് ഞങ്ങളിട്ട് നീതി പാലനാക്കും തടവും തീരാ. ഞങ്ങളുടെ വലിയ തപ്പാക്കിയെങ്കില് ശിക്ഷാ നടപടി എടുക്കാണ്ടിക്കും തീരാ. എടുത്തേവേ പാവത്തവണു, പൈസക്കാര്, വലിയ ആള്, ലീഡർ നോക്കുകയില്ല. അവിടെ അതേറ്റ് ഖുർആൻ ഇസ്ലാം ഇൻസാനിയത്ര ദീനം ചെത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അതേറ്റിക്കറ് നിങ്ങൾ നീതി പാലനാക്കുന്നതായിട്ടിക്കറ് നിങ്ങൾക്ക് തഖ്വ ഏറ്റവും മുട്ടുള്ളത്. അള്ളാഹുവിനെ പേടിക്കൊരു, അള്ളാഹു നിങ്ങൾ എന്തെല്ലാക്കുക അതിൽ സൂക്ഷ്മമായിട്ട് അറിഞ്ഞുകൊണ്ടുള്ള ഖുർആൻ ചെല്ലും. ആ ഖുർആന്റെ ആശയത്തിക്ക് വിരുദ്ധമായി ഞങ്ങളെ കടലിൽ ഓർക്കലും ഒരു ആശയം ഉണ്ടാവും തീരാ. പിന്നെ ചൊല്ല് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കറെ ഒരു ഹദീസില് ഒരാൾ തന്നെ റജുലൻ സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട്ട് വന്ന ഒരാൾ കേട്ടു. എന്തിനെ കേട്ടോ വന്നിട്ടുണ്ട? അയ്യുൽ ഇസ്ലാം ഖൈർ, ഇസ്ലാമിൽ ഖൈറായത് ഏത്, ഖൈറായത് ഏത്? അപ്പൊ എന്ത് ചെന്ന നബി? തുതഇമു ത്വാം, ഫുഡ് കൊടുക്കുന്നത്. ചുമ വിഷയം ചെന്ന് അതിൽ ഒന്ന് എണ്ണയത് പാവപ്പെട്ട ഫുഡ് കൊടുക്കുന്നത്. പാവപ്പെട്ടങ്ങളൊട്ട് ഇൻസാനിയത്ത് കാട്ടത്. ഇനി നിരനോണു നിരം പൈസ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പേര് റോഡി തിന്നത് ഇൻസാനിയത്തല്ലത്. അത് നന്റെ പല്ല നിറക്കറേട്ടായിട്ടിരിക്കുന്നത്. അവന് കെയറാക്കാണ്ട് അവന് പൈസ ഇരിക്കട്ടെ, അവന് എന്ത് വേണമെങ്കിൽ അല്ല. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജായിർ. നിരനോണ് അങ്ങനെ മുട്ടയിന്നിട്ട് പൈസ ഇരിക്കുമ്പോഴത്തേക്ക് ಬೇರೆ ನರೋಡಿ ತಿಂದ್ರವನು ಸತ್ಯವಿಶ್ವಾಸಿಯಲ್ಲ. ಚಿಂತಾದರವಾಯ ಮುತ್ತು മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിപ്പാടിയില്ലേ? പാവപ്പെട്ടങ്ങളെ പരിഗണിക്കണോ കണ്ടിട്ടുകൊണ്ടോ അതിന് എത്ര പെർസെന്റ് സക്കാത്ത് കൊടുക്കും, അത് കൊടുക്കുന്ന ടൈം ആകുമ്പത്തേക്ക്
സദക്ക കൊടുക്കേണ്ടത് കൊടുക്കണം. റമളാനിലും അല്ലാത്ത ടൈമിലും പുണ്യ കിട്ടണമെങ്കിൽ ഞങ്ങളെ സീക്ക് ശിഫാവുകാരനാവും സദക്ക കൊടുക്കുന്നത്. ഞങ്ങളെ ജീവിതം നല്ല ആൾക്കാരനാവും, ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും, കൊടുത്ത കുറടിയാവില്ല. ഖുർആൻ ചെന്നാൽ നിങ്ങൾ അല്ലാഹു ഏറ്റവും നല്ല കട കൊടുക്കുന്നുണ്ട്. അത് മുസ്ലിമായവർക്ക് മാത്രം കൊടുക്കുകയല്ല. മുസ്ലിം എത്ര ആളന്മാർ പാവപ്പെട്ട് കൊടുത്തു ഞങ്ങൾക്ക് കൂലി കിട്ടു. കൂലി ഒന്ന് കുറടിയാവാ ഞങ്ങളെ ശത്രു ആക്കി തീരമാട്ടെ. ഞങ്ങൾക്ക് ഇസ്ലാമുക്ക് എപ്പോഴും ഉപദ്രവമേ ആകൃതായി ഭാഗമല്ല. എനിക്ക് നല്ല ചെന്ന് കൊടുക്കും, ചെന്ന് കൊടുത്തിട്ട് എനിക്ക് സദക്ക കൊടുക്കാം. ഞാൻ എത്രമാ പാവപ്പെട്ട നഗയില്ലാണ്ട് തിന്നുകയില്ലാണ്ട് കഷ്ടപ്പെട്ടുള്ളാറ് അവിടെ ഞങ്ങൾ ഇൻസാനിയത്ത് കാട്ടണോ. ഞങ്ങൾ ബാങ്ക് ബാലൻസ് ലാൻഡ് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു പോകുമ്പോൾ പോകില്ല. ഞങ്ങൾ മരിച്ചു പോകുമ്പോൾ ഞങ്ങൾ അമല് മാത്രം എടുത്തോണ്ട് പോണ്ടോ. ഞങ്ങളെ കുടുംബത്തിനും പോണില്ല, സമ്പത്തിനും പോണില്ല എന്ന വിഷയ ഞങ്ങൾ അർത്ഥാക്കണം. അള്ളാഹു ഖുർആൻ അതുകൊണ്ട് നിങ്ങ അനാഥന മേലെ കഠോരമായിട്ടിക്കണ്ട, കഠോരമാവണ്ട. നിങ്ങ യാചകന്മാർ ബേങ്ങിയോണ്ട് വരുമ്പത്തേക്ക് അങ്ങനെ ബെതറിപ്പാട്ടി പേടിപ്പാടി ഓട്പാട്ടണ്ട ചെന്ത് ഖുർആൻ ചെല്ലുടെ ആശയത്തിക്കര്. അതുകൊണ്ട് ഈ വിഷയത്തെ ഞങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയത് ഹക്ക് പോലെ മനസ്സിലാക്കിയത് ഇൻസാനിയത്ത് കാട്ടോ മൂമിനായ മുത്തഖിയായ മനുഷ്യത്തിൽ ഞങ്ങൾ പരിവർത്തനാവണോ. അള്ളാഹു അങ്ങനെ താളന്മാരും ഞങ്ങളെ സേർപാടി അനുഗ്രഹിക്കട്ടെ. അല്ലാതെ ഖുർആന്റെ വിഷയം എനിക്ക് എല്ലാവരും വന്നോട് മോമിനിങ്ങളെ. ജനുവരി 5 താരീഖ് കഴിഞ്ഞ എക്സാമോ ഇല്ലാതെ ഖുർആൻ എതിർക്ക് എല്ലാവരും റെഡി ആവണം. ഖുർആൻ പഠിക്കുന്നത് നല്ലൊരു സംരംഭമായിട്ടിക്കരുത്, നല്ലൊരു യോജനയായിട്ടിക്കരുത്. എസ്കേസം വെച്ചത് അത് നിങ്ങൾ എല്ലാവരും കൈ ജോഡിച്ചോ. കന്നഡം ഇംഗ്ലീഷ് 2 ഭാഷയിലുണ്ട്. എല്ലാവരും ബുക്ക് എടുക്കാത്ത ബുക്ക് എടുത്തങ്ങ് പഠിച്ചിട്ട് എക്സാം നിങ്ങൾ കൂടെ ഒരു സെന്റർ ആക്കും. ഒരു 25-30 ആൾ എന്തായാലും നിങ്ങൾക്ക് ഉടമെ ഒരു സെന്റർ ആക്കാം. ഉടമെ നിങ്ങൾക്ക് എക്സാം നൽകാം. ദൂരെ പോകുന്നുണ്ടില്ല. അത് മനസ്സ് കാട്ടോറു. ഖുർആൻ പഠിക്കുന്ന വിഷയം ചെന്ന വലിയ പോലീഷാക്കുമ്പോൾ അക്ഷര ഓതിക്ക് 10 കൂലിയുള്ള വിഷയത്തിക്ക് ഖുർആന്റെ വിഷയം ചെന്നെങ്കിൽ അതിലെ പഠിപ്പാട്ടോ യോജനയില് എല്ലാവരും കൈ ജോഡിച്ചവർ ചെന്നിട്ട് റിക്വസ്റ്റ് ആക്കറെ. ഉഷാറില്ലാത്ത ദ്വാരക്ക് റിക്വസ്റ്റ് ആക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ഉഷാറില്ല, സീക്ക് ബാധിച്ചത് ക്യാൻസർ പോലത്തെ രോഗ ബാധിച്ച ആളുകൾ ദ്വാരക്ക് വസിയത്താക്കിയ അല്ലാഹു അങ്ങനെ സീക്കറല്ല ഷിഫാഉൻ ആജിൽ കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ആരോഗ്യത്തെയും ആഫിയത്തെയും കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയതായ ഞങ്ങൾ ഉമ്മമാർ, ഞങ്ങൾ അപ്പമാർ, ഞങ്ങളെ സഹോദര സഹോദരിമാർ ആരെല്ലുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ എല്ലാവർക്കും മോമിനായ മുത്തഖിയായ ഉമ്മത്തിലെ നല്ല നല്ല മനുഷ്യന്മാർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പരലോക ജീവിതത്തിൽ അല്ലാഹു വെൽച്ചായി കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹു അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ ദമ്മിർ അഅദാഅനാ വഅഅദാഅ അദ്ദീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. قوموا إلى صلاتكم يرحمكم الله.